ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 84, സമന്ത പഞ്ചകയാത്ര. സൂര്യഗ്രഹണ കാലത്തു ദ്വാരകാപൂരിയിൽ നിന്നും സൂര്യസമാനനാകുന്ന ശ്രീകൃഷ്ണ പ്രഭു സ്ത്രീകളോടും യാദവന്മാരോടുമൊത്തു ഓരോ ദിനം സമന്തക പഞ്ചകത്തിലേക്കെഴുന്നള്ളിനാൻ. ജനോപകാരത്തിനായി സകല ജനങ്ങളുമായി ജനാർദ്ദനൻ സ്നാനം ചെയ്തു പുണ്യതീർത്ഥമായി. ബ്രാഹ്മണർക്കു ദാനം ചെയ്തു കൗരവന്മാർ പാണ്ഡവന്മാർ എല്ലാവരും ഒരുമിച്ചു സമ്മേളിച്ചല്ലോ. കൃഷ്ണഭക്തി തൻ്റെ നിത്യ മാതൃകയം കൃഷ്ണാദേവി കൃഷ്ണപത്നിമാരുമൊത്തു സമ്മേളിച്ചല്ലോ. കൃഷ്ണൻ അവരെ വേട്ടോര കഥകളെ കേട്ട നേരം തൃഷ്ണയില്ല യോഗി സമം സന്തോഷിച്ചല്ലോ. കൃഷ്ണൻ നമ്മെ ഓർത്തിടുമോ ശങ്കയോടെ ഗോപർ നിൽക്കെ കൃഷ്ണൻ ഓടിയെത്തി ഗോപന്മാർക്കരികിൽ. വിരഹത്താൽ വര പോലെ മെലിഞ്ഞവര സ്ത്രീകൾക്കോ വരമേകാൻ വിരവോടെ വരവായു കൃഷ്ണൻ. ദ്വാരകനാഥനാം നിന്റെ ദർശനത്താൽ ഗോപികമാർ പ്രണയകോപം നാശിച്ച കാമിനികളായി. പ്രേമാതിശയത്തെ കൊണ്ടു മൂലപ്പടം കെട്ടഴിഞ്ഞു പ്രേമരൂപനിലയിച്ചു പുണ്യവതികൾ. അങ്ങകലെ മാറി നിൽക്കും വിരഹിണി രാധയോടു അങ്ങു ചൊല്ലി പലവിധ സ്നേഹവാക്കുകൾ. ആലിംഗനം ചെയ്തവളെ ആനന്ദത്താൽ മുങ്ങിയവൾ ആലംബമായി കൃഷ്ണഭക്തി ജീവിതം തന്നിൽ. ഏകാന്തത്തിൽ ഭഗവാനോ ഉപദേശം നൽകിയല്ലോ എന്നെ നിർമ്മീഴികളായ ഗോപികമാർക്കായി. ഏതോ ജീവജാലത്തിലും ആത്മാവു ശ്രീകൃഷ്ണനെന്ന ഏകത്വമം തത്വബോധം ഉദ്ധവർ ചൊല്ലി. ഉദ്ധവന്റെ ഉപദേശം ഗോപിമാർക്കുന്നുള്ളിൽ തീർത്തു വിരഹദുഃഖം തന്നിലും ആനന്ദഭാവം. ഭഗവാന്റെ ഉപദേശം ലഭിച്ചപ്പോൾ കൃഷ്ണചിന്ത പരമാനന്ദദ്വൈതമായി പരിണമിച്ചു. ദുരിതശാന്തിക്കുള്ളതാം ശുഭകർമ്മങ്ങളെന്തെന്നു മുനിമാരോടു ചോദിച്ചു ശ്രീവാസുദേവൻ. ജഗദീശൻ പുത്രനായാൽ മറ്റു ശുഭകർമ്മമെന്ത് എന്നു ചൊല്ലി മാമുനിമാർ യാഗം ചെയ്യിച്ചു. യാഗഭൂമിയൊരുക്കിനാൻ ബന്ധുമിത്രാദികളെത്തി യാദവ ജനങ്ങൾക്കെല്ലാം ഉത്സവമായി. യാദവനാം കണ്ണൻ തൻ്റെ സാമീപ്യത്താൽ തൃപ്തരായി യാദവാനിൻ ഭക്തരാകും ഗോപജനങ്ങൾ. വേർപിരിയും സമയത്തു രാധ തൻ്റെ അടുത്തെത്തി കാടകാടം പുണർന്നല്ലോ പ്രേമസ്വരൂപൻ. ദുഃഖമെല്ലാം മാറിയോരാ രാധയോടു യാത്ര ചൊല്ലും ദുഃഖഹാരിൻ മമ ദുഃഖം മാറ്റിത്തരേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.